കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കും അത്രയധികം പ്രധാനപ്പെട്ട കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രകാശൻ കാർത്തിയോട് പറയണം, ഇതേ എന്റെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിനെ ഇളക്കി വിട്ടിരിക്കുന്ന ആരാന്നറിയാവോ? ആ കിരണും കല്യാണിയും ഒക്കെ ചേർന്നിട്ടാന്ന് പറയാം. ഇത് കേട്ടെന്ന് കാർത്തിക പറഞ്ഞു, അതെ അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അച്ഛൻ പേടിക്കാതിരിക്കുക. എന്ത് വന്നാലും ഞാനും അമ്മയൊക്കെ അച്ഛനോടൊപ്പം ഇല്ലേന്ന് ചോദിക്കാം. അത് ശരിയാ മോളെ, എന്നാലും എനിക്ക് വല്ലാത്തൊരു ടെൻഷനാന്ന് പറയണം. അല്ല അച്ഛനൊരു കോംപ്രമൈസിന് ശ്രമിച്ചൂടെ അവരോടെന്ന് ചോദിക്കുവാണ്. കോംപ്രമൈസിന്? അതെ, ഇനിയിപ്പൊ അവരുമായിട്ടൊരു വഴക്കും പ്രശ്നമായിട്ട് പോയിട്ട് കാര്യമില്ല. കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അവരുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്യണമെന്ന് പറയണം. അതിന് അവര് തയ്യാറാകുമോ? അവരുടെ പുറയിലെ സ്ട്രോങ് ശക്തികളല്ലേ ഉള്ളതെന്ന് ചോദിക്കാം. ഒന്ന് ശ്രമിക്കുന്നോണ്ട് എന്താ കുഴപ്പമിരിക്കുന്നേ? ഇനി മോള് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം ഞാൻ ആ വഴിക്കൊന്ന് നീങ്ങി നോക്കാന്ന് പറയണം. നോക്കട്ടെ, അവരെ കണ്ട് ഞാനിത് സംസാരിച്ച് നോക്കാൻ കാണുമ്പോഴ്. പിന്നെ അമ്മയുടെ സ്വഭാവം അറിയാലോ, അമ്മയ്ക്കാണ് വല്ലാത്ത സങ്കടമെന്ന് പറയാം. എനിക്കാണെങ്കിൽ ആ കിരണിനെയും കല്യാണിനെയും ആ ലക്ഷ്മിനെയൊക്കെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അങ്ങനെ രക്തം തിളച്ചു വരുവാന്ന് പറയണം. അച്ഛനൊരു കാര്യം ചെയ്താൽ മതി. അങ്ങനെ രക്തം തിളയ്ക്കണ സമയത്ത് അമ്മേനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി, അമ്മയുടെ മുഖം ഓർത്താൽ മതി എന്ന് പറയാം. അതിന് മോളുടെ അമ്മയുടെ മുഖം എന്റെ മനസ്സിലില്ലല്ലോ, എനിക്ക് അറിയില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലോ എന്ന് പറയണം. അച്ഛൻ ഇഷ്ടപ്പെട്ട ഒരു രൂപം അങ്ങ് സങ്കല്പിച്ചാൽ മാത്രം മതി എന്ന് പറയണം. പിന്നെ അമ്മ ഇതുവരെയും അച്ഛന്റെ മുന്നിൽ വരാത്തതിന് കാരണം എന്താണെന്നറിയോ? അമ്മ ഇപ്പൊ കരഞ്ഞു തളർന്നിരിക്കുക. കാരണം വീഡിയോ കോൾ വരാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അമ്മ. കാരണം അമ്മയ്ക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. കല്യാണം മുടങ്ങി പോയതെന്ന് പറയണം. അല്ല മോളെ, ഇനിയിപ്പോ കല്യാണം മുടങ്ങുന്നില്ലല്ലോ. എങ്ങനെ മുടങ്ങാനാച്ചാ? ഈ ആദ്യ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒന്ന് അവസാനിച്ചോട്ടെ, അതോടുകൂടി അച്ഛനെ ശുക്രൻ ഉദിക്കാൻ പോവല്ലേന്ന് പറയണം. ഇപ്പോഴൊരു സമാധാനമായത് എന്നും പറഞ്ഞ് പ്രകാശനം കൊണ്ട് എഴുന്നേറ്റ് പോവാണ്. ആ സമയം കാർത്തിക മനസ്സിൽ പറഞ്ഞു, എടാ പ്രകാശ, വടി വെട്ടാൻ പോയിട്ടുള്ളൂ, അടിയൊന്നും ആയിട്ടില്ലെന്ന്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം കോടതിയുടെ മുന്നിൽ ലക്ഷ്മിയമ്മയുടെ വക്കീൽ നിൽക്കുക. അപ്പം കല്ലൂർ കൈലാസിനെ വിളിക്കാൻ പറ്റില്ല, അത് അവരുടെ വക്കീലാണല്ലോ. ലക്ഷ്മിയമ്മയുടെ കാർത്തിയുടെ ഒക്കെ വക്കീലാണല്ലോ. അപ്പം ലക്ഷ്മിയമ്മ ഒന്നാന്നുള്ള കാര്യം പ്രകാശിനും അറിയത്തില്ല. അതുകൊണ്ട് വേറെ വക്കീലിന്. അപ്പൊ പ്രകാശിന് വേണ്ടിയിട്ടാണ് കല്ലൂർ കൈലാസിനെ വെച്ചിരിക്കുന്നത്. പിന്നീട് ലക്ഷ്മിയമ്മയോട് ഒന്ന് വക്കീൽ പറഞ്ഞു, എന്നാൽ ഇതൊരു വല്ലാത്ത നാടകമായി പോയിട്ടോ. എന്തിനാ ലക്ഷ്മിയമ്മ ഇങ്ങനെ നാടകം കളിക്കണമെന്ന് ചോദിക്കുക. ചില നാടകങ്ങളൊക്കെ നമ്മളിങ്ങനെ കളിച്ചല്ലേ മതിയുള്ളൂ. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന നമ്മൾ 2-3 പേർക്ക് മാത്രമേ ഉള്ളെന്ന് പറയണം. പിന്നെ കല്ലൂർ കൈലാസ് അയാൾ നല്ല വക്കീല, അയാളാണ് പ്രകാശിന് വേണ്ടി ഞങ്ങൾ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്. ഞങ്ങളെ പണ്ടത്തെ ഉള്ള കുടുംബ വക്കീലാന്നൊക്കെ പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശും വിക്രമും ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് വരുവാണ്. അവരെ കണ്ടതും ലക്ഷ്മിയമ്മ വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പം അതിന്റെ പേരിൽ നമ്മൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്കൊന്ന് കോംപ്രമൈസിന് ശ്രമിച്ചുകൂടെന്ന് ചോദിക്കുക. ഇത് കേട്ടതിൽ ലക്ഷ്മിയമ്മ ചോദിച്ചു, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞെന്നോ? ആരോടോ പറഞ്ഞ് സംഭവിച്ചു കഴിഞ്ഞെന്ന്, ഇനി സംഭവിക്കാൻ പോകുന്നതല്ലേ ഉള്ളെന്ന് ചോദിക്കുക. അല്ല ലക്ഷ്മി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എന്റെ പേര് മറന്നിട്ടില്ല നിങ്ങളല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താന്ന്? ഇത്രയും കാലം താൻ അങ്ങനെ സൂചിച്ച് ജീവിക്കായിരുന്നു, ഇനി അങ്ങനെ തന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, മോളെ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം. മോള്? ആരുടെ മോള്? നിങ്ങൾ ആരെയാ മോളേന്ന് വിളിച്ചേ? നിങ്ങൾ ഞങ്ങളെ വിളിക്കാറില്ലായിരുന്നല്ലോ, ഇപ്പം മോളാണ് പോലും. കാര്യം കാണാനായിട്ട് കഴുതക്കാലം പിടിക്കുന്നു പറഞ്ഞു കേട്ട പോലെ ആണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഭാനുമതി മുത്തശ്ശി ഒന്നും മിണ്ടിയില്ല. പ്രകാശം പറഞ്ഞല്ലോ ഒരു കോംപ്രമൈസിന് തയ്യാറാന്ന് പറയണം. ഇത് കേട്ടതും ലക്ഷ്മിയമ്മ പറഞ്ഞു, കോംപ്രമൈസിന് തയ്യാറാണോ വേണ്ടെന്ന് ഞങ്ങളൊന്ന് തീരുമാനിക്കട്ടെ. അത് മാത്രമല്ല, ഇനിയിപ്പം നിങ്ങൾക്ക് വല്ലതും തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയാം. അല്ല നഷ്ടപരിഹാരം എത്ര വെള്ളം തരാം, അതൊക്കെ കോടതി തീരുമാനിക്കേണ്ടതാണ് പ്രകാശ, അല്ലാതെ നിങ്ങളല്ല തീരുമാനിക്കണമെന്ന് പറയണം. വക്കീൽ പറഞ്ഞു, നിങ്ങൾ ചെല്ലാൻ പറയണം. അങ്ങനെ പ്രകാശം ഭാനുമതിയമ്മയൊക്കെ അങ്ങോട്ട് പോകണം. അവർക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട്. അവരങ്ങോട്ട് പോകുമ്പോഴത്തേനും അടുത്ത കാർ വന്ന് നിന്നു. അതിനകത്ത് കിരണും കല്യാണിയും ദേവിയും കൂടെ ഇറങ്ങുവാണ്. അവർ നേരെ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് വരിക. ലക്ഷ്മിയമ്മ പറഞ്ഞു, വന്നിട്ടുണ്ട്, അകത്തേക്ക് കയറി പോയിട്ടുണ്ടെന്ന് പറയണം. ഭയങ്കര സന്തോഷത്തില്ല. ഇന്നെന്തോ വലിയ പ്രതീക്ഷയോടുകൂടിയാ വന്നേക്കുന്നത്. എന്തായാലും ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല, ബാ നിങ്ങൾ അകത്തേക്ക് കയറി വരാൻ പറയണം. അങ്ങനെ അവർ കോടതിക്കകത്തേക്ക് ചെല്ലുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കേസ് വിളിച്ച് ആദ്യമായിട്ട് വിസ്തരിക്കാൻ വിളിച്ചത് ഭാനുമതി മുത്തശ്ശിയാ. ഭാനുമതി മുത്തശ്ശി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തന്നെ പ്രതികൂട്ടി നിർത്തി വിസ്തരിക്കും എന്നുള്ള കാര്യം. അങ്ങനെ ഭാനുമതി മുത്തശ്ശിയുടെ പേര് വിളിച്ചപ്പോൾ മുത്തശ്ശി ഒന്ന് വെപ്രാളപ്പെടുക. വിക്രത്തിനോട് പറഞ്ഞു, അയ്യോടാ ഞാൻ അവിടെ ചെന്നിട്ട് എന്താ പറയണേ, എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല. മുത്തശ്ശി ഇവിടെ നിന്ന് പരിങ്ങല്ലേ, ചെല്ലാൻ പറയണം. എടാ മോനെ എനിക്ക് പേടിയാവുന്നു. മുത്തശ്ശി ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു വിടുകയാണ്. ഭാനുമതി മുത്തശ്ശി അങ്ങനെ പ്രതിക്കൂട്ടിലേക്ക് അങ്ങോട്ട് കയറി നിന്നു. പിന്നെ വിസ്താരം അങ്ങ് തുടങ്ങി. ലക്ഷ്മിയമ്മയുടെ വക്കീൽ വന്നിട്ട് ഭാനുമതി മുത്തശ്ശിയോട് ചോദിച്ചു, അല്ല ഇപ്പൊ പ്രകാശൻ അടുത്ത കൂട്ടം നിൽപ്പുണ്ട്, നിൽക്കുന്നേ ആരാന്ന് ചോദിക്കുവാണ്.
പെട്ടെന്ന് പറഞ്ഞു, അല്ല അതെന്റെ മോൻ പ്രകാശന, ഉറപ്പാണോന്ന് ചോദിക്കുകയാണ്. ആ ഉറപ്പാ. അല്ല ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയേ, എന്തേലും സംശയം ഉണ്ടോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചാല് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അല്ല അത് പ്രകാശൻ തന്നെയാന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ അവര് ചോദിച്ചു, അല്ല ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അല്ല അതെന്താ ഇങ്ങനെ ചോദിച്ചാ, എന്റെ മോനെ കണ്ട എനിക്ക് തിരിച്ചറിയാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല ഞാനൊരു സംശയം പറഞ്ഞ, കാരണം നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ മോനെ കണ്ട് ചിലപ്പോൾ അല്ലാന്നൊക്കെ പറഞ്ഞു വരും, അതുകൊണ്ട് ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ണിന്റെ കാഴ്ചശക്തി ഉണ്ടോ അല്ലെങ്കിൽ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിച്ചെന്നുള്ളതെന്ന് പറയണം. ശരി എന്ന് പറയണം. പിന്നീട് ഭാനുമതി മുത്തശ്ശിയോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ വീട് എവിടെയാന്ന് ചോദിക്കുക. ഇത് കേട്ടും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ള. അല്ല നിങ്ങളുടെ സ്വന്തം വീട് എവിടെയാന്ന് ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ, അല്ല കേരളത്തിലാണോ ഇനി ഇവിടെ തമിഴ്നാട്ടിൽ അങ്ങനെയാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാന്ന് പറയാ. ഇത് കേട്ടതും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അതെ എന്റെ അച്ഛൻ ഇവിടെ കേരളത്തിലുള്ള, പക്ഷേങ്കില് അമ്മയുടെ വീടുണ്ടല്ലോ, അമ്മയുടെ വീട് അങ്ങ് തമിഴ്നാട്ടിലാന്ന് പറയാ, നാഗർകോവിലാന്ന് പറയാണ്. ഓഹോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അല്ല നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എന്റെ വീട്ടില് ഞാൻ മാത്രം. നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നല്ലോ, ഒറ്റ മോളായിരുന്നു ചോദിക്കുക. അല്ല ഞാനും എനിക്ക് 2 ചേച്ചിമാരും ഉണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചിമാരിപ്പോ എന്താ ജീവനോടെ ഉണ്ടോന്ന് ചോദിക്കുക. ഇല്ല ചേച്ചിമാര് മരിച്ചു പോയതെന്ന് പറയാം, അവര് ജനിച്ചപ്പോഴേ തന്നെ മരിച്ചു പോയെന്ന് പറയും. ഇത് കേട്ടതും ഇങ്ങനെ നോക്കി, ജനത്തോടെ മരിച്ചു പോയത് അവരെ കൊന്നതാണോ അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും സംഭവിച്ചാണോ നിൽക്കും. ഇത് കേട്ടതും ഭാനുമതി മുത്തശ്ശി ദൈവമേ സത്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നല്ലോ. പെട്ടെന്ന് പറഞ്ഞു, അല്ല അത് പിന്നെ എന്റെ അച്ഛനുണ്ടല്ലോ, എന്റെ അച്ഛന് പെൺകുട്ടികളെ അത്ര ഇഷ്ടമില്ലായിരുന്നു പറയണം. അതെന്താ അങ്ങനെ ഇഷ്ടമില്ലായിരിക്കാൻ കാരണം? അല്ല ഞങ്ങളുടെ ആ സ്ഥലത്തുണ്ടല്ലോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ആ സ്ഥലത്തുള്ളവർക്ക് പെൺകുട്ടികളെ അത്ര കാണത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അച്ഛനും പെൺകുട്ടികളെ താല്പര്യമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അപ്പൊ ആ പെൺകുട്ടികൾ ജനിച്ചപ്പോ തന്നെ അവരെ ഇല്ലാതാക്കിയതല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഭാനുമതി മുത്തശ്ശിക്ക് എന്തും മറുപടി പറയാൻ നടത്തില്ല. ആകെപ്പാടെ ഒരു വെപ്രാളമാണ്, ഇവരെന്തൊക്കെയോ ചോദിച്ചു വരുന്നതെന്ന് അറിയത്തില്ല. പിന്നീട് ഭാനുമതി മുത്തശ്ശിയോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ പെൺകുട്ടികളുടെ നിങ്ങളുടെ മനോഭാവം എന്തായാലും ചോദിക്കുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനൊരു പെണ്ണല്ലേ സാറേ, അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളെ ഒരു കുഴപ്പമില്ല, പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയണം. പിന്നെ ഞാനിവിടെ എന്തിനാ സാറേ കള്ളം പറയുന്നത്, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ പറയണം. ഇത് കേട്ടതും കോടതി ജഡ്ജി ചോദിച്ചു, അല്ല നിങ്ങൾ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് ചോദിക്കണം. അത് സാറേ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ തന്നെ വക്കീൽ ചോദിച്ചു, അല്ല ഇങ്ങനെ സത്യം മാത്രം പറയുന്ന നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ, എന്താ അല്ല നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ ഉണ്ടോന്ന് ചോദിക്കണം. ഇല്ല സാറേ അച്ഛൻ മരിച്ചുപോയെന്ന് പറയണം. അച്ഛന്റെ പേര് വേലായുധൻ എന്നായിരുന്നു, അച്ഛൻ മരിച്ചുപോയി, എനിക്കൊരു 5-6 വയസ്സുള്ള സമയത്ത് അച്ഛൻ മരിച്ചുപോയെന്ന് പറയണം. ഇത് കേട്ടൻ ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും അസുഖമായിരുന്നോ അതോ വേറെന്തേലും സംഭവിച്ചാണോ, അച്ഛനെ ആരെങ്കിലും കൊന്നാണോന്ന് ചോദിക്കുക. ദൈവം അതും കണ്ടുപിടിച്ചു പോലീസുകാര്, ഇനി കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല, അതെ അച്ഛനെ കൊന്നാന്ന് പറയണം. ആരാ കൊന്നേ? അത് അമ്മയുടെ ആങ്ങളമാര്, അവരെ പോലീസൊക്കെ പിടിച്ചു അറസ്റ്റ് ചെയ്തു, അവര് ജയിൽവാസമൊക്കെ അനുഭവിച്ചെന്ന് പറയാ. ഇതെല്ലാം കോടതി രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. അല്ല അതെന്തിനാ അങ്ങനെ ചെയ്തേ? അല്ല അത് പിന്നെ അച്ഛന് ഈ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലായിരുന്നല്ലോ, പെൺകുട്ടികളോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയാം. ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് പെൺകുട്ടികളെ ഇഷ്ടമില്ലാത്ത, അപ്പൊ നിങ്ങളോട് എങ്ങനെയായിരുന്നു അച്ഛന്റെ മനോഭാവം എങ്ങനെയായിരുന്നു ചോദിക്കാം. എന്നോട് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നിങ്ങളുടെ അമ്മേനെ ഒത്തിരി വന്ന് ഇടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു, കാരണം പെൺകുട്ടികളല്ലേ ഉണ്ടായത് മൊത്തം, അതുകൊണ്ട് അമ്മേനെ ഇഷ്ടമില്ലായിരുന്നു പറയണം. അങ്ങനെ അവസാനം സഹി കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആങ്ങളമാര് വന്ന് അച്ഛനെ തീർത്ത് കളഞ്ഞെന്ന് പറയണം. ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നാ പിന്നെ നിങ്ങളുടെ കാര്യം എങ്ങനെയാന്ന് ചോദിക്കണം. എനിക്ക് പെൺകുട്ടികളോടൊക്കെ ഇഷ്ടമാണെന്ന് പറയണം. അല്ല നിങ്ങളുടെ ഭർത്താവ് ഇപ്പൊ ഉണ്ടോന്ന് ചോദിക്കുകയാണ്. എന്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചൊന്നും അറിയത്തില്ലെന്ന് പറയാം. അതെന്ത് പറ്റി? അതെ എന്റെ മോന് ഒരു 5-6 വയസ്സുള്ളപ്പോ സമയത്ത് തന്നെ എന്റെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയതാന്ന് പറയണം. 5-6 വയസ്സുള്ളപ്പോ അല്ല, 1.5 വയസ്സുള്ളപ്പോ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന് പറയണം. എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? അല്ല അത് പിന്നെ ഉണ്ടല്ലോ സാറേ, എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ എന്റെ ഭർത്താവ് ഒരു ദിവസം പണിയാനെന്ന് പറഞ്ഞുകൊണ്ട് പോയതാ, പിന്നെ തിരികെ വന്നിട്ടില്ലെന്ന് പറയാ. അതെന്താ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടാണെന്ന് ചോദിക്കാം. ഞാനെങ്ങനെയൊന്നുമല്ല സാറേ, ഞാനേ പൊന്നുപോലെയാ എന്റെ ഭർത്താവിനെ നോക്കിയെന്ന് പറയാ. അത് കേട്ടൻ ജഡ്ജി പറഞ്ഞു, പൊന്നുപോലെ നോക്കിയിട്ടാണോ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയെന്ന് ചോദിക്കാം. അതെനിക്ക് അറിയത്തില്ല സാറേ. അതെന്താ നിനക്ക് അറിയത്തില്ലാത്തെ? അത് പിന്നെ എൻ്റെ ആങ്ങളമാരും പിന്നെ അങ്ങനെ കുറെ അന്വേഷിക്കുകയൊക്കെ ചെയ്താ, പിന്നെ പോലീസുകാരൊക്കെ അന്വേഷിച്ച, പക്ഷെ ഒരു വിവരം കിട്ടിയില്ല എന്ന് പറയണം. അല്ല നിങ്ങളുടെ മകൻ എങ്ങനെയാ? നിങ്ങളുടെ മകനും നിങ്ങളുടെ ഇത് തന്നെ പെട്ടാണോ? അതായത് പെൺകുട്ടികളെ കണ്ണെടുത്താൽ കാണത്തില്ലാത്തൊരു കൂട്ടത്തിലാണെന്ന് ചോദിക്കുക. അയ്യോ സാറേ അങ്ങനെ പറയരുത്, അവന് പെൺകുട്ടികളൊന്നും ഒരു കുഴപ്പമില്ല, പെൺകുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ അവന് ഭയങ്കര ജീവനാന്ന് പറയണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ല ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ മകനെ കല്യാണം കഴിപ്പിച്ചു,
അപ്പൊ അതിനകത്ത് ആദ്യ ഭാര്യ ഒരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ആദ്യ ഭാര്യ ഉപേക്ഷിച്ച് പ്രകാശൻ ഇങ്ങോട്ട് പോന്നേന്ന് ചോദിക്കുക. നിങ്ങൾ ആ കുട്ടീനെ ഓടെ തള്ളി കളഞ്ഞിട്ടല്ലേ പോന്നേന്ന് ചോദിക്കുക. എന്റെ സാറേ, ഈ കള്ളത്തരങ്ങളൊക്കെ ഇത് ആരാ പറഞ്ഞേ? ഇതേ ഞാൻ മനസ്സാവാച കർമ്മണ അറിയത്തില്ലാത്ത കാര്യങ്ങളാട്ടോ. ഇങ്ങനൊന്നും ഇത് തമാശക്കാണ് പോലും സാറ് പറയില്ലെന്ന് പറയണം. ഇത് കേട്ടതും വക്കീല് പറഞ്ഞു, അല്ല അങ്ങനെയൊക്കെ പരാതി പറയുന്നുണ്ടല്ലോ, അത് ആര് പറഞ്ഞാലും വെറുതെ കള്ളത്തരം പറയുന്ന. അല്ല പിന്നെ നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മകനെയും കൊണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് പോന്നേ? നിങ്ങളുടെ മകൻ എന്തിനാ ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ പ്രകാശനെ നോക്കുവാണ്. പ്രകാശനെ നോക്കിക്കഴിഞ്ഞപ്പോൾ കോടതിയിലും ജഡ്ജി പറഞ്ഞു, അതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൊന്നും വേണ്ട. പ്രകാശനോട് പറഞ്ഞു, നിങ്ങൾ കയ്യും കാലും ഒന്നും കാണിക്കണ്ട, ഇത് കോടതിയാണ്, ആംഗ്യഭിക്ഷേപം ഒന്നും കാണിക്കണ്ട, മനസ്സിലായല്ലോ, അല്ലാതെ ഇത് നാടകശാലയൊന്നും അല്ലെന്ന് പറയാണ്. ഇത് കേട്ടതും പ്രകാശനൊന്നും മിണ്ടിയിൽ അനങ്ങാൻ നിൽക്കുകയാണ്. പാരമ്പതി മുത്തശ്ശിക്കാണെങ്കിൽ എന്ത് ചെയ്യണോ എന്ത് മറുപടി പറയാൻ നടത്തില്ല, കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ, അതെ അവൾ ശരിയല്ലായിരുന്നു, കാരണം അവളുണ്ടല്ലോ അവൾക്ക് ഭയങ്കര അഹങ്കാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയണം. അല്ല അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇതേ അവൾ കുറച്ച് ഉന്നത സ്ഥിതിയിലുള്ളതായിരുന്നു, അതുകൊണ്ട് എൻ്റെ മോനോട് അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അത് മാത്രമല്ല അവളുടെ മാമന്റെ മക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവാറുണ്ടായിരുന്നു. അങ്ങനെ ചില അവൾക്ക് കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് എൻ്റെ മോൻ ഇത് ചോദ്യം ചെയ്യുമായിരുന്നു. പിന്നെ അവർ തമ്മിൽ പ്രശ്നങ്ങളായെന്നൊക്കെ പറയണം. അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മോന് ഗത്യന്തരമില്ലാതെ പോന്നെന്ന് പറയാം. അല്ല നിങ്ങളുടെ മോന് അവർ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്യുമായിരുന്നു ചോദിക്കുക. അത് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുമായിരുന്നു, അലമ്പും വഴക്കുണ്ടാക്കുമായിരുന്നു, അടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു പറയാം. ഓ അപ്പൊ നിങ്ങള് പറഞ്ഞല്ല ശരിയാ, നിങ്ങളുടെ മോൻ അവരെ ഉപദ്രവിക്കാറുണ്ടായിരുന്നല്ലേന്ന് ചോദിക്കുക. അത് പിന്നെ സാറേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അല്ല അതവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ മോന്റെ രണ്ടാം ഭാര്യയ്ക്ക് എന്തായിരുന്നു കുഴപ്പമെന്ന് ചോദിക്കുക. അയ്യോ അവൾ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാലും സാറേ എന്ന് പറയണം. പെട്ടെന്ന് കോടതിയിലും ജഡ്ജി ചോദിച്ചു, അല്ല നിങ്ങൾ ഈ അഹങ്കാരത്തിന്റെ കയ്യും കാലും കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കുക. അതെങ്ങനെയാന്ന് ഒന്ന് പറയാമെന്ന് ചോദിക്കുക. എങ്ങനെ ഇരിക്കുമെന്ന്. അല്ല അത് പിന്നെ സാറേ ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു പ്രാസം ഒപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞ, നിങ്ങൾ കൂടുതൽ അങ്ങനെ ഒപ്പിച്ചൊന്നും പറയണ്ട, ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഭാനുമതി മുത്തശ്ശിക്ക്. വല്ലാത്തൊരവസ്ഥയാ. അത് പിന്നെ സാറേ അവളുടെ സ്വഭാവം ഈ പറഞ്ഞത് ശരിയല്ലായിരുന്നു. അവൾക്കാണെങ്കിൽ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നീട് അവൾക്ക് വെച്ച് നല്ല കാലം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നെയും എൻ്റെ മകനെയും എൻ്റെ കൊച്ചുമാനെ മാത്രം കാണത്തില്ലാതെ വന്നു. അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡിവോഴ്സ് ആയത്. അത് മാത്രമല്ല എൻ്റെ മകൻ്റെ മോളുണ്ട്, എൻ്റെ അമ്മായച്ചനുമായിട്ട് അവൾക്ക് ചില ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയാം. ഇതൊക്കെ കേട്ടോണ്ട് ദീപയ്ക്കാണെങ്കിൽ അടിമുടി പെരുത്ത് കയറി. സാറേ അതൊക്കെ കണ്ടുപിടിച്ചോണ്ടാ എൻ്റെ മോൻ ചോദ്യം ചെയ്തു, അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാ അങ്ങനെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയെന്ന് പറയാം. ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങളുടെ രണ്ട് മരുമക്കളും ശരിയല്ല, അവരൊക്കെ വഴിപടിച്ചതാണ് അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നേ? പോരാത്തതിന് നിങ്ങൾക്കാണ് സ്ത്രീകളോട് ഒട്ടും താല്പര്യം ഇല്ലതാനും ഇഷ്ടമില്ലതാനും. പിന്നെ പോരാത്തതിന് ഞാൻ കണ്ടെടുത്തോളം കാലം ഇത്രയും പറഞ്ഞുള്ള അറിവ് വെച്ച് നിങ്ങളുടെ മകനാണെങ്കിൽ സ്ത്രീകളോടുള്ള ആ ആറ്റിറ്റ്യൂഡ് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള അവനാണോ ഇനി മൂന്നാമതൊരു കല്യാണം കഴിക്കാൻ പോകുന്നത്? സ്ത്രീകളെ ഇഷ്ടമില്ലാത്ത അവനൊരു മൂന്നാമതൊരു കല്യാണം കഴിച്ചാൽ നല്ലത് ഇനി വീണ്ടും നന്നാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടത് കഴിഞ്ഞ് പ്രകാശനും ഭാനുമതി മുത്തശ്ശിയൊക്കെ ഒരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.